അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ? ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടെൻസൈലിൻ്റെ ഇക്വേഷൻ കൊടുത്തു. ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പേജ് നമ്പർ 32 ഉണ്ട് ഇക്വേഷൻ. ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇതിൽ എന്ന് നമുക്കറിയാൻ പാടില്ല, ബാക്കിയെല്ലാം നമുക്ക് നോൺ ടേംസ് ആണ്, അറിയുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൽ എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ബി മൈനസ് എൻ ഇൻറ്റു ഡി എച്ച് ഇൻറ്റു ഹോൾ ഇൻറ്റു ടി ആണ്. അപ്പോൾ ഇതിൽ ബോൾട്ട് ഹോളിൻ്റെ ഡയ എന്ന് പറയുന്നത് എത്രയാണ്? 18 mm ആണ് അല്ലേ? എൻ എന്ന് പറയുന്നത് എത്രയാണ്? എൻ എന്നുള്ള ആളെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സെക്ഷൻ വ്യൂവും വരയ്ക്കണം, പ്ലാൻ വ്യൂവും വരയ്ക്കണം. ഇതിൽ സെക്ഷൻ വ്യൂ പ്ലാൻ വ്യൂ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ബോൾട്ട് നമ്മൾ ഇടണം, നമ്മൾ ഡിസൈൻ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ എത്ര ബോൾട്ട് കൊടുക്കണം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് നമ്മളിപ്പോൾ നോക്കുക, ഇത് ഒരു പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റ്. ഈ രണ്ട് പ്ലേറ്റിൽ നമ്മൾ ഈക്വലി കൊടുക്കുകയാണെങ്കിൽ ഒരു ബോൾട്ട് നമ്മൾ ഈക്വലി കൊടുക്കും. ഇവിടെ ഒരു ബോൾട്ടും ഈ ഒരു പ്ലേറ്റും കവർ പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ആണ്. അതിന് പകരം ഞാൻ ഇവിടെ ഒരു ബോൾട്ടും കൂടി കൊടുത്തു. ഇവിടെ ഒരു ബോൾട്ട്, അതായത് വരച്ച് കാണിച്ചു തരാം, ഇങ്ങനെ ഒരു ബോൾട്ടും കൂടി ഞാൻ കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ബോൾട്ടും കൂടി, ഇതൊരു ബോൾട്ടായിട്ട് അസ്യൂം ചെയ്തിട്ടാ, ഇതൊരു ബോൾട്ടും ഇങ്ങനെ ഒരു ബോൾട്ടും ഇവിടെ ഒരു ബോൾട്ടും, മൊത്തം 3 ബോൾട്ടായിട്ട് ഒരു റോല് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ആൾക്ക് സ്ട്രെങ്ത്ത് കുറവും, ഇവിടുത്തെ ആൾ കുറച്ചുകൂടി ഉറപ്പിൽ നിൽക്കും അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനത്തെ കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഈക്വലി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ഇവിടെ ഒരു ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട്. അപ്പോൾ ഒരു റോല് നമ്മളിവിടെ 6 ബോൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ അതെങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു റോല് 3 എണ്ണം കൊടുത്തു, ഈ റോല് 3 എണ്ണം കൊടുത്തു. നേരത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയേ, മീൻസ് ലാബ് ജോയിൻറ്റിൻ്റെ നമ്മൾ എങ്ങനെ വരച്ചെന്ന് നോക്കിയേ. ഒരു റോല്, അതായത് അല്ല, ഇങ്ങനെ വെർട്ടിക്കലി ആയിട്ട് നമ്മൾ എന്താണ് 2 എണ്ണവും ഹൊറിസോണ്ടലി 3 എണ്ണമായിട്ടാണ് കൊടുത്തത്. ഇവിടെ അതൊരു പ്രശ്നമല്ല. കാരണം എന്താ? ഇവിടെ ഈ 2 പ്ലേറ്റും മുകളിലും താഴെയായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് അത് ബാധിക്കില്ല. പക്ഷേ ഇവിടെ അത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ചത്. ഓക്കെ, സിമ്പിൾ ലോജിക്കാണ്, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റോല് 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ക്രിട്ടിക്കൽ പാത്ത് വരച്ചു. ഈ ക്രിട്ടിക്കൽ പാത്ത് കണ്ടത് ഒരു വര വരച്ചിട്ടുണ്ട്. ഈ ക്രിട്ടിക്കൽ പാത്ത് കൊടുത്തു. അപ്പോൾ അതനുസരിച്ച് എന്താണ്? ഇവിടെ n = 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മളത് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും എന്ന് കിട്ടി. എന്ന് കിട്ടിയ ഇക്വേഷനിൽ ടി ഡി എൻ കൊണ്ട് നമ്മൾ ബാക്കി എന്നിനെ കൂടി ഇട്ടപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി? ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് കിട്ടി. ഈ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ എന്താണ്? 150-നേക്കാളും ഗ്രേറ്റർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഹെൻസ് ഇറ്റ് ഈസ് സേഫ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ 120 kN അല്ലെങ്കിൽ 129.29 അങ്ങനെ എന്തെങ്കിലും കിട്ടിയെന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ്? 150-നേക്കാളും ചെറുതല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്? ഹെൻസ് റീഡിസൈൻ എന്ന് പറഞ്ഞ് കൊടുക്കണം. എന്നിട്ട് സമയമാണെങ്കിൽ റീഡിസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിംഗിൾ കവറിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് ചേഞ്ച് വരാൻ പോണ ആര്? ഡബിൾ കവർ ബഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഡബിൾ കവർ ബഡ് ജോയിൻ്റ് നമ്മൾ എങ്ങനെ വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലേറ്റ് വരച്ചു. ഇനി നമ്മൾ വീണ്ടും ഒരു പ്ലേറ്റ് വരയ്ക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു പ്ലേറ്റ് വരച്ചു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? വീണ്ടും നമ്മളെന്താണ്? നമുക്ക് 2 പ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ 2 പ്ലേറ്റ് വരയ്ക്കണം. ഓക്കെ, രണ്ടാമത്തെ പ്ലേറ്റ് വരച്ചു. ഇതെന്താണ്? 10 mm ഒരു പ്ലേറ്റ് കൂടി വരച്ചു. അതിന് ഞാൻ വേറെ തന്നെ കളർ കൊടുക്കുകയാണ്. വേറെ കളർ കൊടുത്തു. ഇനി നമുക്ക് എന്തുണ്ട്? കവർ പ്ലേറ്റ് ഉണ്ട്. ഈ ഡബിൾ കവർ ബഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കവർ പ്ലേറ്റ് ഉള്ളതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡബിൾ കവർ ബഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം കവർ പ്ലേറ്റിന് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു നീല കളറാണ് കൊടുക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യാം? ഇതിന് മുകളിൽ 2 കവർ പ്ലേറ്റ് ഇല്ലേ നമുക്ക്, അപ്പോൾ ഒരു കവർ പ്ലേറ്റ് കൂടി വരച്ചു കൊടുക്കാം. ഈ കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് എത്രയാണ്? 8 mm ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ കട്ടി കുറച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഓക്കെ, നമുക്കപ്പോൾ എന്തിട്ട് 2 കവർ പ്ലേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ 18 mm ഒരു പ്ലേറ്റും ഉണ്ട്, 10 mm വേറൊരു പ്ലേറ്റും ഉണ്ട്. പക്ഷെ നമ്മളിതൊരു ഫിഗർ ശ്രദ്ധിച്ചൊക്കെയാണ്, ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇങ്ങനെ നമ്മളൊരു ബോൾട്ട്
മീൻസ് ഇങ്ങനെ നമ്മൾ ബോൾട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് എത്തിയില്ല, ഒരു ആസ്തെറ്റിക്കൽ ബ്യൂട്ടി ഉണ്ടാവില്ല, സ്ട്രെങ്തോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് നമ്മളൊരു പാർക്കിംഗ് പ്ലേറ്റ് എന്ന് പറയുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം, വരച്ചു കൊടുക്കണം. പാർക്കിംഗ് പ്ലേറ്റ് എന്ന് പറയുന്ന ആൾ ഇവിടെ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് പാർക്കിംഗ് പ്ലേറ്റിന്. ഇതിൻ്റെ അതേ തിക്നെസ്സിൽ കേട്ടോ, തിക്നെസ്സിലല്ല സോറി നീളത്തിൽ. ഞാൻ അതിനൊരു പച്ച കളർ കൊടുക്കാം കേട്ടോ. പാർക്കിംഗ് പ്ലേറ്റും കൂടി കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടി. ഇതിനെയാണ് നമ്മൾ പാർക്കിംഗ് പ്ലേറ്റ്, പച്ച കളറിലുള്ളതിനെ പാർക്കിംഗ് പ്ലേറ്റ് എന്നും, ഈ നീല കളറിലുള്ള ആളുകൾ നമ്മുടെ കവർ പ്ലേറ്റ് ആണ്. ഈ പാർക്കിംഗ് പ്ലേറ്റിന് നമ്മൾ സാധാരണ നമ്മൾ എന്താണ് 8 mm ഒക്കെയാണ് കൊടുക്കുന്നത്. യൂഷ്വലി കേസുകളിൽ പാർക്കിംഗ് പ്ലേറ്റ് 8 mm ആണ്. കണ്ടോ, ഇതവിടെ കൊടുത്തിരിക്കുകയാണില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിപ്പോൾ കാര്യങ്ങൾ എന്തായി ഏകദേശം സേഫാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യുക, ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, ബെയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ ചെക്ക് ചെയ്യുക. നമ്മളിവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡബിൾ കവർ ബഡ് ജോയിൻറ്റിൻ്റെ കേസിൽ NN എന്ന് പറയുന്നത് 1ഉം അതേപോലെ തന്നെ NS എന്ന് പറയുന്നതും 1 ആണ്. ഓക്കെ, അപ്പോൾ ബോത്ത് NN ആൻഡ് NN ആൻഡ് NS will be equal to, കുറച്ച് കഷ്ടപ്പാടാണ്, NSഉം NNഉം എന്ന് പറയുന്നത് എന്താണ്, രണ്ടും 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അപ്പോൾ നമുക്ക് പണി കിട്ടാൻ പോണത് എവിടെയാണ്, ASB ആണ്. നമ്മൾ ഇതുവരെ ASB കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ANB കണ്ടുപിടിച്ചിട്ട് നമ്മൾ, അതായത് ഈ ആളെ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കാറുള്ളൂ, ഈ മൂപ്പരെ നമ്മൾ കണ്ടുപിടിക്കാറില്ല. കാരണം എന്താ, NS എപ്പോഴും 0 ആണ് ആവുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, ANB കണ്ടുപിടിക്കുന്നത് ഞാൻ പറയില്ല, ഈ ഒരു പോർഷൻ ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ASB എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 × d². ASB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് π/4 × d² ആണ്. അപ്പോൾ നമ്മൾ സാധാ പോലെ തന്നെ NN 1 ആണ്, ASB 0.78 × π/4 × d² എന്ന് പറയുന്നത് 16 ആണ് അല്ലേ. 16² ചെയ്തു, പ്ലസ് NS എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്, ഇൻറ്റു π/4 ഇൻറ്റു നമ്മൾ D എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16² ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ആരെ കിട്ടി, VNSP കിട്ടി. VNSP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും കൊടുത്തപ്പോഴത്തേക്കും 82.65 kN കിട്ടി. അങ്ങനെ നമ്മൾ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു, ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇവിടെ ആരെ കണ്ടുപിടിക്കണം, പാർക്കിംഗ് പ്ലേറ്റ് കണ്ടുപിടിക്കണം. പാർക്കിംഗ് പ്ലേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർക്കിംഗ് പ്ലേറ്റ് വരുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്യുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത്